നമ്മളെ അനുഭവങ്ങളാണ് നമ്മളെ വിശ്വാസിയാക്കുന്നതും അവിശ്വാസിയാക്കുന്നതൊക്കെ. എൻ്റെ അനുഭവങ്ങളിൽ എനിക്ക് എപ്പോഴും ഈശ്വരൻ മാത്രമേ എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടുള്ളൂ. ഒരു ആക്ട്രസിനെ സംബന്ധിച്ച് ഭയങ്കര അസാധ്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയാലും അത് ഞാൻ ചെയ്യുമോ എന്നുള്ളതും എനിക്കറിയില്ല. നിശ്ചയിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊന്ന് അഭിനേത്രിക്കും അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പോരാളി എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. ആ വിവാഹം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ അപൂർവ ആൾക്കാർക്കാണ് 100% സന്തോഷം കിട്ടുക. നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞ പോലെ ഈ അഭിനയം മാത്രമല്ലല്ലോ, നമ്മൾ അതും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ വലിയ ഭാരമാണ്. നമ്മളൊന്നും കഷ്ടപ്പെടണമെന്ന് പറയാൻ പറ്റില്ല. ഒരു കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടിട്ട് അടച്ചുറപ്പില്ലാത്ത റൂമും അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ഒരു സിറ്റുവേഷനിൽ മക്കളെ വീട്ടിലൊറ്റയ്ക്ക് ഇട്ടിട്ട് പോയി ദൂരെ കിലോമീറ്ററുകളോടെ നടന്നു പോയി ജോലി ചെയ്ത് കല്ല് പിറക്കുകയും പാറ ചുമക്കുകയും പാറ പൊട്ടിക്കുകയും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന, ഒരു വെയിലത്ത് റോഡിൽ പണി ചെയ്യുന്ന ഇല്ലേ, നമ്മളെ റോഡിലൊക്കെ ഒരു വെയിലത്ത് റോഡിൽ പണി ചെയ്യുന്ന എത്രയോ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്, സ്ത്രീകൾ എത്രയോ പേരുണ്ട്. വെളുപ്പിന് 2:30 മണിക്കൊക്കെ ഐസിൻ്റെ പുറത്ത് കിടന്ന് അഭിനയിച്ചിട്ടുണ്ട്. ഐസ് കട്ട, ആ ഒരു സീരിയലിൽ ഞാൻ ഐസ് കട്ടയുടെ പുറത്ത് കൊല്ലാൻ വേണ്ടി കിടത്തുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വീടുണ്ടെങ്കിൽ നമ്മളോട് ആരും ഇറങ്ങിപ്പോകാൻ പറയില്ല. പ്രത്യേകിച്ചും ഭർത്താവില്ലാത്ത സ്ത്രീകളോടെ കാണുന്ന എല്ലാവരും ഭയങ്കര അധികാരമാണ് നമ്മുടെ അടുത്ത്. നമസ്കാരം, കൈരളി ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ അതിഥി കഴിവുറ്റ ഒരു അഭിനേത്രി മാത്രമല്ല, മലയാളികളുടെ പ്രിയ കുടുംബാംഗം കൂടിയാണ്. സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും തൻ്റെ കഥാപാത്രങ്ങൾ കൊണ്ട് മലയാളിയുടെ മനസ്സ് കീഴടക്കിയ പ്രിയപ്പെട്ട നിഷ സാരംഗാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. സ്വാഗതം ചേച്ചി. താങ്ക് യു. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കട്ടെ ചേച്ചി, എന്താണ് ഈ നിഷ സാരംഗ് എന്നുള്ള പേര്? അച്ഛൻ്റെ പേരാണ് ശാരംഗ്. ശാരംഗധരൻ എന്നാണ്. അതിനെ നമ്മളൊന്ന് പരിഷ്കരിച്ചു. പക്ഷെ എല്ലാരും എനിക്കൊന്ന് സായാണ് കൂടുതൽ അല്ലെ പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു. ശാരംഗാണ് കറക്റ്റ്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടൊരു പേരാണ്. അപ്പം ചേച്ചിയുടെ സിനിമാ വിശേഷങ്ങളിലോട്ട് വരുമ്പം 1999 അഗ്നിസാക്ഷി, എങ്ങനെയാണ് അഗ്നിസാക്ഷിയിലേക്ക് എത്തിപ്പെടുക? ശ്യാം ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണത്. അതിങ്ങനെ യാദൃശ്യമായിട്ട് അതിനകത്ത് തിരുവാതിര ചെയ്യാൻ വിളിച്ചു, ചെന്നു. അങ്ങനെ തിരുവാതിര ചെയ്യാതെ അഭിനയിക്കേണ്ടി വന്നു. ഒറ്റ സീനിൽ അഭിനയിച്ചു, അത്രേ ഉള്ളൂ. അപ്പം ഏതൊരു കാലഘട്ടത്തിലാണ് ചേച്ചി തീരുമാനിക്കുന്നത് സിനിമ അല്ലെങ്കിൽ അഭിനയമാണ് എൻ്റെ വഴി എന്നുള്ളത്? അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല ഒരിക്കലും. ഇപ്പോഴും നമ്മൾ അങ്ങനെയൊന്നും തീരുമാനിച്ചല്ലല്ലോ ജീവിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ആ ഒരു നല്ലൊരു വഴിയാണ്, അങ്ങനെ യാത്ര ചെയ്യുക, അടുത്ത വഴി ഏത് അതിലേക്ക് അങ്ങ് പോവുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളെപ്പോഴും ഇന്നലെ നിൽക്കൂ എന്നും പറഞ്ഞ് ജീവിക്കാൻ പോയാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് നിൽക്കാൻ പറ്റിയില്ലാണ്ട് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലേ, നമ്മളല്ല തീരുമാനിക്കുന്നത്. മുമ്പിലൊരു നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഈശ്വരനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ അദ്ദേഹം എങ്ങനെയാണോ നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങോട്ട് പോവുക, അവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചേച്ചിയുടെ ഓരോ വാക്കിലും ഈ വീട്ടിലും എല്ലാം ഈ പറയുന്ന പോലെ ഈശ്വരന്മാരുടെ ഒരു സാന്നിധ്യം. ചേച്ചി എന്നോട് ഓഫ് ക്യാമറയിൽ സംസാരിക്കുമ്പോഴും പറയുകയായിരുന്നു ചേച്ചിയുടെ കൂടെ കൂട്ടിയ അല്ലേ ഈശ്വര സാന്നിധ്യത്തെക്കുറിച്ച്. അത്രയും ഒരു വിശ്വാസിയാണ്. നമ്മളെ അനുഭവങ്ങളാണ് നമ്മളെ വിശ്വാസിയാക്കുന്നതും അവിശ്വാസിയാക്കുന്നതൊക്കെ. എൻ്റെ അനുഭവങ്ങളിൽ എനിക്ക് എപ്പോഴും ഈശ്വരൻ മാത്രമേ എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് എന്ത് സംസാരിക്കുമ്പോഴും അതിങ്ങനെ വന്നു പോകും അറിയാതെ. ഇപ്പം 1999 എന്ന് പറയുമ്പം ചേച്ചി കല്യാണം കഴിഞ്ഞു, കുഞ്ഞുങ്ങളായി, ഒറ്റയ്ക്കായിരുന്നു അല്ലേ? ആ സമയത്ത് സിനിമ ഇപ്പം എല്ലാവരും പറയും എൻ്റെ സ്വപ്നങ്ങളിലെ സിനിമ ഉണ്ടെന്ന് പറഞ്ഞവരുണ്ട്, അതല്ലെങ്കിൽ സിനിമയിലേക്ക് വിധി മൂലം എത്തിപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. അതിലേതായിരിക്കും ചേച്ചി? വിധി മൂലം എത്തിപ്പെട്ടതായിരിക്കുള്ളൂ. കാരണം ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ലല്ലോ, ഒരു നടിയാണോന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഡാൻസൊക്കെ ചെയ്യുമായിരുന്നു, കലാകാരിയാണ്, അതായത് ക്ലാസിക്കൽ ഡാൻസറായിരുന്നു. അതൊക്കെ ചെയ്യുമെങ്കിലും ഒരിക്കൽ പോലും ഒരു സിനിമയിലേക്കുള്ള എൻട്രി ഞാൻ ചിന്തിക്കണേ ഇല്ലാത്തൊരു സംഭവമാണ്. കാരണം അതൊക്കെ വലിയ സംഭവമായിട്ട് കാണുന്നത് കൊണ്ടാവാം. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ സ്വീകരിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്നുണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ എന്ത് ജോലി ചെയ്താലും ആ ജോലിയിൽ നമുക്ക് കയറി മുന്നോട്ട് വരണം എന്നുണ്ടാവും, ആർക്കും ഉണ്ടാവും. അപ്പോൾ നന്നായി ചെയ്യാൻ ശ്രമിക്കണം, ചെയ്യുമ്പോൾ നല്ലത് ചെയ്യാൻ ശ്രമിക്കണം എന്ന് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അല്ലാതെ ഇവിടെ തന്നെ ഞാൻ നിൽക്കുള്ളൂ എന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം അതെനിക്കറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എവിടെയാണ് നിൽക്കുക എന്നുള്ളത്. നിൽക്കുന്നിടത്തോളം കാലം നന്നായി ചെയ്യാൻ ശ്രമിക്കുക, അത്ര. നന്നായി ചെയ്യാൻ ശ്രമിച്ചു എന്നതിൻ്റെ തെളിവാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ടെലിവിഷൻ
പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നു. ഇങ്ങനെ ഒരു അവാർഡ് പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ കാണുന്നു ചേച്ചി അതിനെയൊക്കെ? അയ്യോ, അങ്ങനെയല്ല, അവാർഡ് ഒക്കെ സംഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കൽ പോലും അവാർഡ് കിട്ടുന്ന അത്രയും നല്ലൊരു ആർട്ടിസ്റ്റാണ് ഞാനെന്നൊന്നും എനിക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഇപ്പോഴും നമ്മൾ അതിൻ്റെ ബാലപാഠത്തിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ ഇല്ലേ. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന അത്ര നല്ല കഥാപാത്രങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. ഒരു അഭിനയത്തിൽ ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ നല്ലതാണ്, നല്ല അതിനെ നിന്ദിക്കുകയെല്ലാം ചെയ്യണത്. പക്ഷെ ഒരു ആക്ട്രസിനെ സംബന്ധിച്ച് ഭയങ്കര അസാധ്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയാലും അത് ഞാൻ ചെയ്യുമോ എന്നുള്ളതും എനിക്കറിയില്ല. അതൊക്കെ നമുക്ക് അത് പറഞ്ഞ പോലെ സംഭവിച്ചാൽ സംഭവിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലെ ഭഗവാൻ ആ സമയത്ത് നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചാൽ, ചെയ്യാൻ പറ്റിയാൽ വലിയ ഭാഗ്യം. അതും നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പം ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ പലയിടത്തും പറഞ്ഞും കേട്ടും ഒക്കെ അറിയാമെങ്കിലും ചോദിക്കുകയാണ്, 10ാം ക്ലാസ് പഠിക്കുമ്പോൾ 15 വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. 15 വയസ്സ് കഴിഞ്ഞു. 16 വയസ്സൊക്കെ ആയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചാൽ SSLC കഴിഞ്ഞു. SSLC കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞു. ആ ഒരു 10ാം ക്ലാസ്സുകാരി ഇന്ന് വെട്ടിപ്പിടിച്ചൊരു സാമ്രാജ്യത്തിലാണ് ഇവ നമ്മൾ ഇരിക്കുന്നത്. തീരെ ചെറിയ പ്രായം, എനിക്ക് തോന്നുന്നു മകൾക്ക് 2 വയസ്സല്ലേ, ചെറിയ കുട്ടിക്ക് 2 വയസ്സിലെപ്പോഴാണ് ചേച്ചി ഡിവോഴ്സ് എന്ന് പറയുന്നത്. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ചേച്ചി ആ ഒരു ഡിസിഷനിലേക്ക്, കാരണം ഇന്ന് എല്ലാവരും കുറച്ചുകൂടെ ബോൾഡായിട്ട് അതിനെ സമീപിക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും ആവുന്നില്ല. എങ്ങനെയായിരുന്നു ചേച്ചിയുടെ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കാനുണ്ടായ ഒരു? അന്നങ്ങനെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മളെ ലൈഫ് സക്സസ് ആവാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും ഓരോ കാര്യവും ചെയ്യുന്നത്, നമ്മൾ ഇറങ്ങി തിരിക്കുന്നതും ഒക്കെ. വിവാഹം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ അപൂർവ ആൾക്കാർക്കാണ് 100% സന്തോഷം കിട്ടുക. ബാക്കി വളരെ എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാരും 100% ഒന്നും ഹാപ്പിയല്ല. അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുമ്പോഴും അതും പറ്റാതെ വരുമ്പോഴാണ് ഡിവോഴ്സിലേക്ക് പോകുന്നത്. ചില ആൾക്കാർ പറയണേക്കാം നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ജീവിച്ചതും ജീവിക്കുന്നതെന്ന്. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും അല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറുമായിരുന്നു. അതങ്ങനെ പോയി. പിന്നെ ജീവിക്കുക എന്നുള്ളതാണ്. ഈ ജീവിക്കുക എന്നുള്ളൊരു നമ്മൾ ലൈഫ് എപ്പോഴും ഒരു യാത്രയാണല്ലോ. ഈ യാത്രയിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെയാണ് ഈ വിവാഹം എന്നൊരു സംഭവമൊക്കെ ആ യാത്രക്കിടയിൽ സംഭവിക്കുന്നതാണ്. ആ സമയത്ത് നമുക്ക് 2 കുട്ടികളും ആയി കഴിയുമ്പോൾ നമുക്ക് ആ യാത്ര എന്തായാലും മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മളെ യാത്ര അവസാനിപ്പിച്ചേക്കാം. പക്ഷെ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല അല്ലേ. ആ യാത്രയിൽ നമുക്ക് ഈ കുട്ടികളെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട്, അവർക്ക് കുറേ സ്വപ്നങ്ങളുണ്ടാവും. അവരുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ കൂട്ടു നിൽക്കണം എപ്പോഴും. അപ്പോൾ ആ സ്വപ്നങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഒരു പോരാട്ടം. അതെ, എനിക്കെപ്പോഴും നിശ്ചയിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊന്ന് അഭിനേത്രിക്കും അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പോരാളി എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. കാരണം 2 വയസ്സ് മോൾക്കുള്ളപ്പോൾ ചേച്ചിക്ക് വെറും 19 വയസ്സാണ് പ്രായം. ആ 19 ഇന്ന് കാണുന്ന എന്താ അമ്മൂമ്മ കൂടിയാണ് അല്ലേ. അപ്പം അത്രയും ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പോരാട്ടം എന്ന് പറയുന്നത് ചെറുതൊന്നും ആയിരിക്കില്ല. കാരണം ഇപ്പോൾ സിനിമ ഒരു മേഖലയായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം സിനിമ എപ്പോഴും ഉയർച്ച താഴ്ചകൾ. ഇപ്പോൾ ഇന്ന് സിനിമ ഉണ്ടാവും, ചിലപ്പോൾ നാളെ നമുക്ക് വരുമാനങ്ങളെ ഉണ്ടാവില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ചേച്ചി സിനിമയിൽ തന്നെ എന്ന് തീരുമാനിച്ചത്? ഞാൻ വന്നു തുടങ്ങിയത് അഗ്നിസാക്ഷിയിലാണല്ലോ. അത് കഴിഞ്ഞിട്ടൊന്നും പിന്നെ അഭിനയിച്ചിട്ടൊന്നുമില്ല. പിന്നെ കുറേ 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കൈരളിയിലൊരു പ്രോഗ്രാമിന് വേണ്ടി വിളിക്കണു, അടുക്കളപ്പുറം എന്നൊരു പ്രോഗ്രാമിന് വിളിക്കണു. അത് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അന്ന് ഒരു 7 days അങ്ങോട്ടും ആയിട്ടുള്ളൂ. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ കോള് വരുന്നതും. പിന്നെ അത് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഷൂട്ട് തുടങ്ങി. അങ്ങനെ അതിലൂടെയാണ് പിന്നെ ആൾക്കാർ എന്നെ അറിഞ്ഞു തുടങ്ങുന്നത്. ഈ നിഷ ശാരംഗ് എന്നുള്ള പേര് പോലും വരുന്നത് അതിലൂടെയാണ് ഫസ്റ്റ് വരുന്നത്. അവിടെയാണ് പേര് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം. അതിൽ കൈരളിയിലൂടെയാണ് നിഷ ശാരംഗ് ആക്കി തുടങ്ങിയത്. അതുവരെ അങ്ങനെ ശാരംഗ് എന്നുള്ള ഇത് ഇട്ടിട്ടില്ല. അപ്പോൾ വന്നു ആ പ്രോഗ്രാം വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു, ഭയങ്കര സക്സസ് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ അതിലൂടെ വന്ന് പിന്നെ അങ്ങനെ ഒരുപാട് സീരിയൽസും സിനിമയും ഒക്കെ ചെയ്തു തുടങ്ങി. കാഴ്ചയൊക്കെ അതിന് ശേഷം ചെയ്തതാണ്. അങ്ങനെ പിന്നെ മൂവിയും ഒക്കെ നല്ല കഥാപാത്രങ്ങൾ കിട്ടി തുടങ്ങി. അങ്ങനെ പോയി എവിടെയോ എനിക്കെപ്പോഴും ഞാൻ ഒരിക്കൽ പോലും പലപ്പോഴും പല ആൾക്കാർക്ക് പകരമായിട്ടായിരിക്കും എന്നെ വിളിക്കണേ. ആ ടൈമിലൊക്കെ ഇപ്പോൾ ഒരാളെ വിളിച്ച് അവർ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ടൈമിൽ ചിലപ്പോൾ അവർക്ക് വരാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും വരുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും പകരക്കാരിയായിട്ടാണ് ഞാൻ പലപ്പോഴും വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വന്നത്. പകരക്കാരിയായിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ
അങ്ങനെ പകരക്കാരിയായിട്ട് വരാൻ പറ്റാന്നുള്ളത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അതെ അതെ, ഞാനതാണ് പറയാം, നമ്മളിലേക്ക് ആ വിധി അല്ലേ കൊണ്ട് എത്തിക്കുകയാണ് ശരിക്കും ചേച്ചിക്കുള്ളതായിരുന്നു. അതെ അതെ അതെ, എനിക്ക് വന്ന എല്ലാ കഥാപാത്രങ്ങളും ഒരു പക്ഷെ ഒരുവിധം ഇപ്പൊ വരുന്നതല്ല, നേരത്തെ വന്നിട്ടുള്ളത്. ഇപ്പൊ വന്നതൊക്കെ നമ്മളെ തന്നെ വിളിച്ചിട്ട് നേരത്തെ വന്നിട്ടുള്ളതെല്ലാം പകരക്കാരിയായിട്ട് തന്നെ. ഇപ്പോൾ അടുക്കളപ്പുറത്തിൽ പോലും അങ്ങനെയായിരുന്നു, വേറൊരാളായിരുന്നു ആ കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്നത്. അത് അവർക്ക് മാറേണ്ടി വരികയെ എനിക്കറിയില്ല, പക്ഷെ അവർക്ക് പകരമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാനൊരു പകരക്കാരിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു, പകരക്കാരിയായിട്ട് ഇങ്ങനെ കുറേ കാലം മുന്നോട്ട് പോയി, പിന്നെ പകരക്കാരി അല്ലാത്ത രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾ തന്നെ വേണമെന്നും പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ എഴുതുമ്പോൾ പോലും നമ്മളെ മനസ്സിൽ എഴുതിയിട്ട് വിളിക്കുന്ന പോലും ഇപ്പൊ വന്നു തുടങ്ങി. അപ്പൊ ഇതൊക്കെ ദൈവനിശ്ചയമാണ് അല്ലേ. ഇപ്പൊ നമുക്ക് ചാൻസും ഉണ്ട്, ചോയ്സും ഉണ്ട്. ചോയ്സ് എന്ന് പറഞ്ഞത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ചാൻസ് ദൈവം തരുന്നതാണ് അല്ലേ. ചാൻസ് എപ്പോഴും ദൈവം തരുന്നത്. ചോയ്സ് നമുക്കിപ്പോൾ കുറേ സംഭവങ്ങൾ എടുത്തു വെച്ചാൽ നമുക്ക് ചോയ്സാണ് അത് നമ്മൾ അല്ലേ. ചാൻസ് ദൈവം തരുന്നത്, മറ്റേത് ചോയ്സാണ്. അപ്പം നല്ലതാണോ ചീത്തയാണോ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ആ ചാൻസിലൂടെ മാത്രം പിടിച്ച് കയറി വന്നു, ഇങ്ങനെ രക്ഷപ്പെട്ടു. ഇപ്പം ദൈവം എത്തിച്ച് ഈ മേഖലയിൽ എനിക്കൊന്ന് അഭിനയത്തിൻ്റെതായ എല്ലാ മേഖലയിലും ചേച്ചി കൈവച്ചിട്ടുണ്ട്. നാടകം, സിനിമ, സീരിയൽ, ഇതിനെ മൂന്നിനും ചേച്ചി എങ്ങനെ വ്യത്യസ്തമായിട്ട് കാണുന്നു? കാരണം ഓരോന്നിനും ഓരോ തരത്തിലുള്ള റെസ്പോൺസ് ആണ് അല്ലേ. നാടകത്തിനപ്പം തന്നെ നമുക്കറിയാം നാടകം ഭയങ്കര ടെൻഷനാണ് സത്യം. നമുക്ക് ആ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ സ്റ്റേജിൽ നിന്നിട്ട് പ്രേക്ഷകരുടെ റെസ്പോൺസ് അപ്പം തന്നെ കിട്ടുകയാണ്. പിന്നെ നമ്മൾ ഡയലോഗ് മറക്കാതെ തെറ്റാതെ ചെയ്യണം. അതിപ്പോൾ ലൈറ്റ് ക്യാച്ച് ചെയ്യണം, പിന്നെ മൂമെന്റ്സ്, ഇതൊക്കെ നമ്മൾ തലയിൽ വെച്ചുകൊണ്ട് അഭിനയത്തെ മുന്നിൽ എല്ലാവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട് നമ്മളെ അപ്പൊ അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. കട്ടിങ് അവിടെ ഈ കട്ടില്ല, നെക്സ്റ്റ് റീടേക്ക് ഇല്ല, അതല്ലെങ്കിൽ നെക്സ്റ്റ് ഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നുമില്ല. അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നാടകം. അതോടൊപ്പം തന്നെ ടെൻഷനാണ്. പിന്നെ നമ്മൾ ജീവിക്കുകയാണ് അവിടെ, ആ 2 മണിക്കൂർ നമ്മൾ ജീവിക്കുകയാണ്. അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഇനിയും കിട്ടിയാൽ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുള്ള സംഭവം തന്നെയാണ് നാടകം. പിന്നെ സീരിയല് വേറെ ഒരു ഇതാണ്. അവിടെ നമുക്ക് ഇതുപോലെ കാണാതെ പഠിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയൊന്നും വരില്ല. ഇപ്പൊ ഒരു പക്ഷേ സിനിമ കൂടുതൽ ഇപ്പൊ കാണാതെ പഠിച്ചിട്ടാണ് അവിടെ ഇങ്ങനെ പ്രോംപ്റ്റിംഗ് ഒക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. സിനിമ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രോംപ്റ്റിംഗ് ഒക്കെ വളരെ കൂടുതൽ. സ്പോട്ട് ഡബിങ് മാത്രമല്ല, നമുക്ക് എന്തായാലും പഠിച്ചിട്ടൊക്കെയാണ് ഇപ്പൊ ചെയ്യണേ. അതെങ്ങനെ പ്രോംപ്റ്റിങ് വളരെയധികം വരണില്ല. കാരണം ഇപ്പൊ എല്ലാവരും നാച്ചുറൽ ആയിട്ടാണ്, ഇപ്പൊ ബിഹേവിങ് ആണല്ലോ. അപ്പൊ ആ ഒരു ഇപ്പൊ സീരിയലും കുറെയൊക്കെ ഇപ്പൊ അങ്ങനെ ആയി വരണുണ്ടെന്ന് എനിക്ക് തോന്നണേ. പണ്ടത്തെക്കാളൊക്കെ വ്യത്യാസം വന്നു തുടങ്ങി എല്ലാവരിലും. അപ്പൊ അങ്ങനെ ചേച്ചിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം ഉപ്പുമുളം പോലുള്ള സീരിയലെല്ലാം തന്നെ കൂടുതലും ബിഹേവ് ചെയ്യാണല്ലോ അല്ലെ. പണ്ടത്തെ പോലത്തെ ഒരു അഭിനയമോ അല്ലെങ്കിൽ ഇപ്പൊ നോർമലി നമ്മളെല്ലാവരും സീരിയലിനെ കളിയാക്കുന്ന പോലത്തെ ഓവർ മേക്കപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതിപ്പോ കളിയാക്കലല്ല, കാലഘട്ടം. ഇപ്പൊ പണ്ട് സിനിമയിലും ഭയങ്കര മേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ. ഇപ്പൊ സിനിമയിൽ മേക്കപ്പേ ഇല്ല. അപ്പൊ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറുകയാണ്. അതനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ പാടാണ്. ഇപ്പം ഈ കാലഘട്ടത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ചേച്ചിക്ക് എന്ത് തോന്നുന്നു? അതായത് 26 വർഷങ്ങൾ അല്ലേ, 99 എന്ന് പറയുമ്പോൾ 26 വർഷങ്ങളിലെ ഈ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ സീരിയൽ ടെക്നിക്കലിയൊക്കെ എന്ത് വ്യത്യാസങ്ങളാണ് ചേച്ചി എന്നൊരു അഭിനേത്രിക്ക് തോന്നുന്നത്? അത് ടെക്നിക്കലി ഒരുപാട് എനിക്ക് പറയാനൊന്നും അറിയില്ല, പക്ഷെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതറിയാം. ഇപ്പൊ പണ്ട് മോണിറ്റർ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ മോണിറ്റർ ഉണ്ട്. അഭിനയിച്ച പോയി നോക്കാം, തെറ്റാണോ ശരിയാണോന്ന് അറിയാൻ പറ്റും. മറ്റേ പണ്ട് ഫിലിം ആയിരുന്നു, അത് മാറി അല്ലേ. അല്ലെങ്കിൽ നമ്മൾ കുറെ റേറ്റൊക്കെ ഫിലിം തീർന്നു അല്ലേ. അങ്ങനെയൊക്കെ ഒരുപാട് കുറെ വ്യത്യാസങ്ങൾ. ഇപ്പൊ നമുക്ക് സുഖമാണ് സത്യം പറഞ്ഞ അല്ലേ. പണ്ടത്തെക്കാളും സുഖമാണ്. എല്ലാ സൗകര്യങ്ങളും കൂടി എല്ലാവർക്കും എല്ലാം മാറി, മൊത്തം മാറി എന്നുള്ളതാണ്. അങ്ങനെയാണ് ചേച്ചി എന്നെ നോക്കിക്കാണുന്നത്. ഇപ്പം ഈ ഒരു ഇപ്പോൾ സീരിയലിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഒരു കഥാപാത്രം തന്നെ ഇത്രയും വർഷങ്ങൾ അല്ലേ, ഒരു ഏകദേശം 8-9 വർഷം ചെയ്യുമ്പോൾ സിനിമയെന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ചു ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരേ കഥാപാത്രമാകും അതിന്ന് പെട്ടെന്ന് ഇപ്പം ചില നടിമാരൊക്കെ പറഞ്ഞേക്കാറുണ്ട്, ചില ആഴത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ മാസങ്ങളൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വരാൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചേച്ചിക്ക്? അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമ്മളിപ്പോ അവിടെ നിന്ന് മാറി പിറ്റേ ദിവസം വേറെ സിനിമയ്ക്ക് പോകാറുണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരേ വർഷം ഇത്രയും ആണ്. പക്ഷെ ചെയ്യുമ്പോ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു
എന്തോ അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത അവസ്ഥയൊന്നും വന്നിട്ടില്ല. കാരണം നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞ മോളെ ഈ അഭിനയം മാത്രമല്ലല്ലോ, നമ്മൾ അതും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ വലിയ ഭാരമാണ് ഇല്ലേ. ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് എന്നെപ്പോലെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് മനസ്സിലാവും. അത് 100,000 ടെൻഷൻസിലൂടെയാണ് നമ്മുടെ ലൈഫ് പോണേ. അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു അവയിൽ പരുവത്തിൽ പോകുമ്പോൾ ആരാണ് ഇറങ്ങി പോട്ടെ എന്ന് ചിന്തിക്കാത്തത്. അപ്പം നമ്മൾ എല്ലാം ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് നടന്നാൽ പൊട്ടിപ്പോവും. അപ്പം നമ്മൾ എവിടെ കളയണം അവിടെ കളഞ്ഞിട്ട് പോരുക, നെക്സ്റ്റ് എന്താണോ അതിലേക്ക് വരിക, എന്നിട്ട് അതും കളയുക. ഒന്നും മനസ്സിൽ വച്ചേക്കരുത് എന്നുള്ളതാണ്. എന്തെങ്കിലും മനസ്സിൽ നമ്മൾ എന്ന് വെച്ച് തുടങ്ങിയോ ലൈഫ് പോക്ക. ഇപ്പൊ ചേച്ചി ലൈഫിൽ മനസ്സിൽ വെച്ചിട്ട് പോകാനാണെങ്കിൽ ലൈഫിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് നമുക്ക് ഭാരം കൂടി. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. ഈ യാത്രയിൽ കിട്ടുന്നതെല്ലാം അവിടെ തന്നെ വെച്ചോണ്ടിരുന്ന് നമുക്ക് ഭാരം കൂടിക്കൊണ്ട് വരിക. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ എടുത്തങ്ങ് മാറ്റി വെക്കുക, ആവശ്യമുള്ളത് വെക്കുക, യാത്ര മുന്നോട്ട് പോവുക. ഇപ്പൊ ചേച്ചി പറഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഈ 10-26 വർഷങ്ങൾ കൊണ്ട് ചേച്ചി ഉണ്ടാക്കിയെടുത്താണ് ചേച്ചിയെ കണ്ട് കഥാപാത്രങ്ങൾ എഴുതുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുള്ള ഒരു യാത്ര, അതെങ്ങനെയായിരുന്നു ചേച്ചി? ആ ഒരു സ്ട്രഗിളിനെ എങ്ങനെ എന്ന് വെച്ചാൽ ഇത് കേൾക്കുന്ന മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമായിരിക്കും തീർച്ചയായിട്ടും. കാരണം ഇപ്പം ചേച്ചി പറയുന്ന പോലെ തന്നെ ഇപ്പം ചിലപ്പം നമുക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കും ഇതിനപ്പുറത്തേക്ക് കഷ്ടപ്പെടുന്ന ഒരുപാട് ഇപ്പം നമ്മളൊന്നും കഷ്ടപ്പെടണമെന്ന് പറയാൻ പറ്റില്ല. ഒരു കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടിട്ട് അടച്ചുറപ്പില്ലാത്ത റൂമും അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ഒരു സിറ്റുവേഷനിൽ മക്കളെ വീട്ടിലൊറ്റയ്ക്ക് ഇട്ടിട്ട് പോയി ദൂരെ കിലോമീറ്ററുകളോടെ നടന്നു പോയി ജോലി ചെയ്ത് കല്ല് പിറക്കുകയും പാറ ചുമക്കുകയും പാറ പൊട്ടിക്കുകയും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന, ഒരു വെയിലത്ത് റോഡിൽ പണി ചെയ്യുന്ന ഇല്ലേ, നമ്മളെ റോഡിലൊക്കെ ഒരു വെയിലത്ത് റോഡിൽ പണി ചെയ്യുന്ന എത്രയോ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്, സ്ത്രീകൾ എത്രയോ പേരുണ്ട്. അവരൊക്കെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര വലിയ പൊസിഷനിലാണ് ജീവിക്കണേ. അപ്പം നമ്മളിപ്പോൾ വലിയ യുദ്ധം ചെയ്തു അല്ലെങ്കിൽ കെട്ടിപ്പടുത്തു അച്ഛ ചെയ്തു മറിച്ച് ചെയ്തു എന്നല്ലൊന്നും, അതിനേക്കാൾ അപ്പുറത്താണ് അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ. കാരണം അവരുടെ മനസ്സിൽ ഈ കല്ല് ചുമക്കുന്നതിനേക്കാൾ ഭാരമാണ് അവരുടെ, നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിലിരിക്കുന്ന കഥാപാത്രത്തിനേക്കാൾ ഭാരമാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. അവരുടെ വീട്ടിൽ ആ കുട്ടി സേഫാണോ, തിരിച്ചു ചെല്ലുമ്പോൾ അവളുടെ അവസ്ഥ എന്താണ്, അല്ലെ അവൻ്റെ അവസ്ഥ എന്താണ്, അല്ല അവർ വല്ലതും കഴിച്ചോ. ഇപ്പം ഞാൻ ഇന്നാളൊരു അടുത്ത് വായിച്ച ഒരു ഷെഡുകൾ പോലെ കെട്ടിയ ഒരു വീട്ടിൽ മോളെ ഇട്ടിട്ട് പോയിട്ട് ആ സ്ത്രീ തിരിച്ചു വന്നപ്പോൾ മോളെ പീഡിപ്പിച്ച് ഇട്ടേക്കുന്നു ഇല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ വളരെ വളരെ സേഫാണ്. അല്ല അന്നൊക്കെ ചേച്ചി കുഞ്ഞു കുട്ടികളല്ലേ ഇവര്, ഇപ്പൊ അവര് വളർന്ന് അവർക്ക്. പക്ഷെ ഈ ഇപ്പൊ കയ്യിൽ നമുക്കിപ്പോ പൈസ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇല്ലേ, നമ്മളെ ഓരോ അവസ്ഥകളാണ്. ഇതൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു. അതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഞാനിവരെ ഹോസ്റ്റലിലാക്കി. കാരണം ഹോസ്റ്റലുള്ള സ്കൂള് തപ്പിപ്പിടിച്ച് ഹോസ്റ്റലിലാക്കിയിട്ട് അതാകുമ്പോൾ ഇവർ പുറത്തിറങ്ങിയില്ലല്ലോ. വീട്ടിൽ നിന്ന് ഇവർ പുറത്ത് റോഡിലൂടെ ഇവർ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് പോലും ടെൻഷനാണ്. രാവിലെ ഇവർ ഒറ്റയ്ക്ക് റോഡിലൂടെ. ഞാൻ എവിടെയോ കേട്ടോ മോള് പറയുന്നത് അധികം കൂട്ടുകാരോടൊന്നും ചേച്ചി സമ്മതിച്ചിരുന്നില്ല. കൂട്ടുകാരോട് അല്ല, നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ പേടി എന്ന് പറഞ്ഞാൽ ഒരു അമ്മയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഒരു സ്ത്രീ ഇങ്ങനെ എന്നെ പോലെയുള്ള എല്ലാ സ്ത്രീകളും മക്കൾക്ക് വേണ്ടിയാണ് പിന്നീട് അവരൊരു കര പറ്റി കഴിഞ്ഞാൽ പിന്നെ അവർ സ്വതന്ത്രരെ ഇല്ലേ. അവര് ഒറ്റയ്ക്ക് നടന്ന് അവരുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായി നോക്കാൻ അവർ പക്വതയായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളെ കാര്യം പിന്നെ അവരെന്ത് ചെയ്താലും നമുക്ക് ഒരു ഗൈഡിങ് മാത്രം മതി അല്ലേ. അവർക്ക് കുറച്ച് സ്നേഹം കൊടുക്കുക, അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, പക്ഷെ നിങ്ങളെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കോണം, അത് മതി. പക്ഷെ അതുവരെ നമ്മൾ ഇവരുടെ കൂടെ യാത്ര ചെയ്തേ പറ്റുള്ളൂ. കൂടെ യാത്ര ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ അന്ന് ഹോസ്റ്റലിലാക്കി, ഒരു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഞാൻ ഹോസ്റ്റലിലാക്കി എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ തന്നെ അറിയാലോ. അപ്പോൾ പുറത്തേക്ക് റോഡിലൊക്കെ ഒന്നും ഇറങ്ങണ്ട, നേരെ ക്ലാസ്സിലേക്ക് കയറുക, പിന്നെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് കയറുക. അപ്പോൾ എനിക്കൊരു ദിവസം 2 ദിവസമൊക്കെ അവധി കിട്ടിയാൽ നേരെ പോയി വിളിക്കും, എന്നിട്ട് ഞാൻ കൊണ്ടുവരും, പിന്നെ ഞാൻ കൊണ്ടുപോയാക്കും. 2 ദിവസം അവധി കിട്ടിയാലും ഞാൻ വരും, വന്നിട്ട് അവരെ കൊണ്ടുവന്ന് എൻ്റെ കൂടെ നിർത്തിയിട്ട് പിന്നെ ഞാൻ പോകും, പിന്നെയും കൊണ്ട് അവിടേക്ക്. അപ്പം ചില ദിവസങ്ങളിലൊക്കെ അമ്മ ഉണ്ടെങ്കിൽ അമ്മ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും അമ്മയുടെ അടുത്ത് ഞാൻ നിർത്തൂല, കാരണം അദ്ദേഹം അമ്മ കൊണ്ടേ ആക്കാനൊന്നും നിൽക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട്
ഈ ശനി ഞായറൊക്കെ ആണെങ്കിൽ അമ്മയോട് വരാൻ പറയും. അപ്പോൾ വീട്ടിൽ ഇവർ പുറത്ത് പോകണ്ടല്ലോ ഇവർക്ക്, അപ്പം അമ്മ ഉണ്ടാവും വീട്ടിൽ. അപ്പം അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്ന അമ്മമാരാണ് ലോകത്തുള്ള എല്ലാ അമ്മമാരും. അതെ അതെ. ഇപ്പം ഈ സിനിമയുടെ കാര്യം പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ 99 ശേഷം ഒരു ഇടവേള, വീണ്ടും ഇടയ്ക്ക്, അങ്ങനെ ഈ ഇടവേളകൾ എന്തുകൊണ്ടുണ്ടായിന്ന് ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് അഭിനയിക്കാൻ വന്നതല്ലല്ലോ, എന്തോ യാദൃശ്യമായിട്ട് ആരോ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് പോയി ചെയ്തു എന്നല്ലാണ്ട് അന്ന് ഒരു അഭിനയിക്കാൻ, ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ സ്വപ്നം കാണുന്നില്ല, ഒന്നുമില്ല. അത് വിളിച്ചു, അഭിനയിച്ചു. അവിടെ ചെന്നപ്പോഴും പറഞ്ഞു ഇങ്ങനെ ഈ ക്യാരക്ടർ ചെയ്യാമോ എന്ന് ചോദിച്ചു, അഭിനയിച്ചു. അത് തന്നെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, അങ്ങനെ അഭിനയിച്ചു, അത്രേ ഉള്ളൂ. അത് പിന്നെ ഇതെൻ്റെ ഒരു പ്രൊഫഷൻ ആവുമെന്നോ. ഞാൻ ആ സമയത്തും രാവിലെ എണീറ്റ് പേപ്പർ നോക്കില്ല. ആ ടൈമിൽ അതിന് മുന്നേ രാവിലെ എണീറ്റിട്ട് പേപ്പർ നോക്കും, എവിടെയാണ് എന്താണ് ഒരു ജോലി കിട്ടുക, എന്തെങ്കിലും വേക്കൻസി ഉള്ളത്. അത് മൊത്തം ഇങ്ങനെ ഒരു കോളം ഉണ്ടാവുമല്ലോ, കുറേ ഒരു പേപ്പർ കംപ്ലീറ്റ് 2 പേപ്പറായിട്ട് ഉണ്ടാവും അല്ലേ. ഇപ്പൊ നോക്കാത്തോണ്ട് അറിയില്ല. നോക്കുവാണ്ട് എവിടെയാണ് വേക്കൻസി എന്ന് എല്ലാ ദിവസവും അരിച്ചു വർക്കിരുന്ന് വായിക്കും. 1-2 സ്ഥലത്തൊക്കെ 1-2 അല്ല, കുറേ സ്ഥലത്ത് ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. ഓരോരോ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് ഞാൻ പോകുമായിരുന്നു. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ അച്ഛനെ വീട്ടിൽ, അച്ഛന് മറ്റേ ഊണിൻ്റെ ഇത് ഐലൻഡിൽ ഊണ് കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു. അപ്പോൾ അച്ഛനെ സഹായിക്കും. അപ്പം അച്ഛൻ എനിക്ക് ചെറിയ കുഞ്ഞു പൈസയൊക്കെ തരും, ചിലപ്പോൾ 5 രൂപയൊക്കെ തരും. അപ്പോൾ അത് കൂട്ടി വെക്കും. അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലി അത് കൂട്ടി വെച്ചിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കും, അല്ല അച്ഛൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തരും. അപ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകും. അപ്പം അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിനിടയ്ക്ക് എപ്പോഴും ഒരു ജോലി ഇവിടെയും വിളിച്ചു, അവിടെ നിന്ന് എന്തോ കിട്ടി, അത്രേ ഉള്ളൂ അതിനെ കണ്ടിട്ടുള്ളൂ. നെക്സ്റ്റ് അടുത്ത ജോലിയാണ് നോക്കുന്നത്, അല്ലാണ്ട് സിനിമ വേണം സീരിയൽ വേണമെന്നും പറഞ്ഞ് അന്ന് ഞാൻ ആരടുത്തും ചോദിച്ചതുമില്ല, പോയതുമില്ല. പിന്നെ എവിടെയോ ഇതേപോലെ ആരോ വിളിച്ചു. പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ നാടകത്തിൽ അഭിനയിച്ചു. അതിനുശേഷമാണ് അഗ്നിസാക്ഷി ചെയ്തതിന് ശേഷമാണ് നാടകത്തിൽ അഭിനയിക്കണേ. ഇതെല്ലാം പറയുമ്പോഴും അവസരങ്ങൾ ഇല്ലാതെ ബുദ്ധിമുട്ടിയിട്ടില്ലേ ചേച്ചി? അങ്ങനെ ഞാൻ പറയട്ടെ, ഇപ്പോ ഈ കൈരളിയിലാണല്ലോ ലൈവായിട്ട് പിന്നെ അങ്ങ് പോണത്. കൈരളിയിൽ വന്നതിന് ശേഷം അതാ എപ്പോഴും എനിക്ക് ഈശ്വരൻ കൂട്ടുണ്ടായിരുന്നു. എപ്പോഴും ഈ ഗുരുവായൂരപ്പനും മൂകാംബിയമ്മയും ഇങ്ങനെ കൂട്ടു നിൽക്കുകയാണ്. അപ്പോൾ കൈരളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു കൈരളിയിൽ നിന്ന് ആ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയാൽ എനിക്കായിരിക്കാം ഏറ്റവും കൂടുതൽ ചാൻസ് വന്നിട്ടുള്ളത്. ഞങ്ങൾ കുറേ പേര് 5 സ്ത്രീകൾ ഇതേപോലെ തന്നെ സ്പോട്ട് ഇതായിരുന്നു. അപ്പോൾ അല്ല കൈരളിയിൽ ഞാൻ ആദ്യം ചെയ്ത അടുക്കളപ്പുറം കഴിഞ്ഞിട്ട് പിന്നെ ഒരു അല്ല, അത് പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ്. ആദ്യം ഞാൻ വരണതെന്ന് വെച്ചാൽ ഈ അഗ്നിസാക്ഷി കഴിഞ്ഞിട്ട് വരണത് കൈരളിയിലേക്കാണ്. അപ്പൊ അതാണല്ലോ അഗ്നിസാക്ഷി, നമ്മളിതൊരു ഒരു ജോലിയായിട്ടൊന്നും എടുത്തിട്ടില്ല, ഒരു രസം പോയി അത്രേ ഉള്ളൂ. ശോഭനയൊക്കെ കാണുക, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അന്ന് മറ്റേ ഡയറക്ടർ ശ്യാമപ്രസാദ് സാറാണ്. പക്ഷെ ഇത്രയും വലിയ ഡയറക്ടറാണ് അതൊന്നും എനിക്കറിയില്ലല്ലോ. ശോഭന മാമിനെ മാത്രം അറിയാം, വേറെ ആരെയും അറിയില്ല. പിന്നീടാണ് സാറിനെയൊക്കെ കണ്ടപ്പോൾ, പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴും അറിയണം, അയ്യോ ഇത്രയും വലിയ ഡയറക്ടറായിരുന്നു, അദ്ദേഹത്തിന്റെ പടത്തിൽ അഭിനയിച്ചൊക്കെ പിന്നീട് ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷം അറിയണം. അന്നതൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ കൈരളിയിലെ ഈ അടുക്കളപ്പുറം കഴിഞ്ഞ് ഇറങ്ങി, അടുക്കളപ്പുറം കുറേ പോയായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ജീവൻ ടി വിയിൽ ഏതൊരു പ്രോഗ്രാമും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൈരളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഇഷ്ടം പോലെ സീരിയലായിരുന്നു. ഒരേ ടൈം 9 സീരിയലാണ് ഞാൻ പിന്നെ ചെയ്യണം എപ്പോൾ നോക്കിയാലും. അപ്പോൾ എല്ലാവരും പറയണേക്കെ ഏത് ചാനൽ നോക്കിയാലും ഉണ്ടല്ലോ നിന്നെ ഏത് ചാനൽ നോക്കിയാലും ഉണ്ടല്ലോ എന്ന് പറയും. അപ്പം ഞാൻ പറയും ജീവിക്കണ്ടേ, ഒന്നും ഞാൻ കളയില്ല. കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ച് നല്ല പൈസ കിട്ടുന്നുണ്ട്. ഒരു ദിവസം തന്നെ 2-3 ലൊക്കേഷനിൽ അഭിനയിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തൊക്കെ നിൽക്കുമ്പോൾ 3 ലൊക്കേഷനിലൊക്കെ അന്നൊക്കെ എന്ന് വെച്ചാലേ ഞങ്ങളിപ്പോൾ ഒരു 6:15, 6:30 ആകുമ്പോൾ വണ്ടി വരും. നമ്മൾ ലൊക്കേഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ 9:30 വരെ അല്ല ഷൂട്ട്. ഷൂട്ട് ചിലപ്പോൾ വെളുപ്പിന് 5:30 വരെയൊക്കെ പോകുന്നുണ്ട്. അന്ന് ഈ ലിമിറ്റ് ഒന്നുമില്ല, അന്ന് ഈ സംഘടനകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു സീൻ തീർന്നില്ല, അത് ചിലപ്പോൾ 2 മണി 3 മണിയൊക്കെ ആവും. വെളുപ്പിന് 2:30 മണിക്കൊക്കെ ഐസിന്റെ പുറത്ത് കിടന്ന് അഭിനയിച്ചിട്ടുണ്ട്. ഐസില്ലേ, ഐസ് കട്ട, ആ ഒരു സീരിയലിൽ ഞാൻ അഭിനയിച്ചു. ഐസ് കട്ടയുടെ പുറത്ത് കൊല്ലാൻ വേണ്ടി കിടത്തുന്നുണ്ട്. അപ്പം അങ്ങനത്തെ നമ്മളൊക്കെ ഒരുപാട് അന്നത്തെ, ഇപ്പോഴത്തെ തലമുറയല്ല, അന്നത്തെ എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ഉച്ച വരെ ചിലപ്പോൾ ഒരു ലൊക്കേഷനിലായിരിക്കും ഡേറ്റ് കൊടുത്തത്. അതിനുശേഷം ചിലപ്പോൾ വൈകിട്ട് 5 മണി വരെയൊക്കെ വരാൻ അടുത്ത ലൊക്കേഷനായി, അത് കഴിഞ്ഞിട്ടായിരിക്കും മറ്റേ ലൊക്കേഷനിൽ പോകണം. അപ്പം അങ്ങനെയൊക്കെ ഓടി നടന്ന് ഓരോ ലൊക്കേഷനിലും പോയി അങ്ങനെയാണ് ഈ വീടുണ്ടായത്. അങ്ങനെ പോയാണ് ഈ സ്ഥലവും വീടും ഉണ്ടായത്. അന്നേ ചേച്ചിയുടെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീടും ഇത് വേണം എന്നുള്ളത്. അത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, ഒരു സ്വന്തമായിട്ട് എനിക്കൊരു വീട് വേണമെന്ന്. അത് വേണമെന്നല്ല,
എന്നാ വീട് ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്നത് പലപ്പോഴും അതിന് നമുക്ക് വേദനിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു വീടുണ്ടെങ്കിൽ നമ്മളോട് ആരും ഇറങ്ങിപ്പോകാൻ പറയില്ല അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് വേദനിക്കേണ്ടി വന്നിട്ടുണ്ട് വീടില്ലാത്തതിൻ്റെ പേര്. കാരണം പിന്നെ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം തന്നെ ഇപ്പം ഞാൻ വാടകയ്ക്കൊക്കെ താമസിക്കാൻ ചെല്ലുമ്പോൾ ഭർത്താവ് ഇല്ല എന്ന് പറയുമ്പോൾ വീടില്ല, സീരിയൽ അഭിനയിക്കുകയാണ്, വീടില്ല. ഒരു സ്ത്രീ 2 കുട്ടികളായിട്ട് വന്നിരിക്കുകയാണ് സീരിയൽ നടി, വീടില്ല. അപ്പോൾ അങ്ങനെ പലപ്പോഴും ഒരുപാട് ഏറ്റവും കൂടുതൽ ഞാൻ ലൈഫിൽ അനുഭവിച്ചത്, എന്നെ കുട്ടികൾക്കൊന്നും അറിയില്ല ഒരിക്കലും, ചിലപ്പോൾ ഇത് കാണുമ്പോഴായിരിക്കും അത്ര അനുഭവിച്ചിട്ടുണ്ട് വീടില്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ഒരു വീട്, പ്രത്യേകിച്ചും ഭർത്താവില്ലാത്ത സ്ത്രീകളോടെ കാണുന്ന എല്ലാവരും ഭയങ്കര അധികാരമാണ് നമ്മുടെ അടുത്ത് ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ആ വിഷമം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇത് കാണുന്നവർക്ക് ചേച്ചി പറഞ്ഞൊരു വാചകം ഞാൻ എടുക്കുകയാണ്. കാരണം ഭർത്താവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളോട് എല്ലാവർക്കും ഒരു അധികാരമായിരിക്കും അല്ലേ, നമ്മൾ ഒറ്റയ്ക്കാണ്. പക്ഷെ എങ്ങനെ നമ്മൾ അത് തുഴഞ്ഞു നീങ്ങുന്നു എന്നൊന്നും കല്ലെറിയാൻ എല്ലാവർക്കും പറ്റുമെന്നേ. അതെ. പക്ഷെ കല്ലെറി കൊള്ളുന്നവന് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. ഇപ്പം ഈ വീട് വെച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി ചേച്ചി? ഇത് വെച്ചിട്ടിപ്പോൾ 15 വർഷമാറായി. പക്ഷെ ഇപ്പം കണ്ടാലും നല്ല പോലെ ഭയങ്കര രസമാണ് ഈ വീട് കാണാൻ കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് ചേച്ചി തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അതിന്റെ പിന്നിലെ കഥ എന്താ? സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാന്ന് വിചാരിച്ചു? ഒന്നുമില്ല, നമ്മൾ ആദ്യമായിട്ട് ഇത് ഇത്രയും വരും ഞാനൊരു മുറി അടുക്കളയും പണിയാം എന്നുള്ളൊരു ഇതിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആ സമയം ഞാൻ പറഞ്ഞില്ല കുറേ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇതിൻ്റെ സ്റ്റക്കാവേണ്ടായിരുന്നു പണിയൊക്കെ. കാരണം പെട്ടെന്നൊരു മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും കൂടെ വന്ന് അറിഞ്ഞില്ല ഇങ്ങനെ ലൊക്കേഷൻ ടു ലൊക്കേഷൻ പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ പൈസ കിട്ടാണ്ട് പോയി പണി നടക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ വെറുതെ 80 കൗണ്ടായി, അത്രയും കുറഞ്ഞു, ഭയങ്കര ഒരു അല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയതാണ്. പിന്നെ എന്തോ ഈശ്വരൻ അവിടെ നിന്നൊക്കെ പൊക്കിക്കൊണ്ട് വന്നു. പിന്നെ വീണ്ടും വർക്കിന് പോയി തുടങ്ങി. അങ്ങനെ പണി എന്തോ കംപ്ലീറ്റ് ആയി. ഇപ്പം ഇത്രയും വർഷം ഈ ടെലിവിഷൻ സിനിമ മേഖലയിൽ നിന്ന് ചേച്ചിക്കൊരു വെല്ലുവിളി അങ്ങനെ എന്തെങ്കിലും ആയിട്ട് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. അത് ഏറ്റവും കൂടുതൽ അതൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഇഷ്ടംപോലെ വിഷമിപ്പിക്കുന്നത് നമ്മൾ, പക്ഷെ വിഷമിച്ചുകൊണ്ട് നിൽക്കാൻ പോയാൽ വിഷമിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ സങ്കടപ്പെടാൻ സമയമില്ലായിരുന്നു. സങ്കടപ്പെട്ട് നിൽക്കാനുള്ള സമയമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, കാരണം വർക്കുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഭിനയിക്കാൻ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അഴിച്ചു വെച്ചില്ലേ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞില്ലേ പോവാണ്ടിരിക്കണ്ടോ കഥാപാത്രം എന്ന് പറയില്ല. അപ്പൊ ഈ കഥാപാത്രം എങ്ങനെയായാലും പോയേ പറ്റുള്ളൂ. കാരണം നെക്സ്റ്റ് കഥാപാത്രം അല്ലെങ്കിൽ വീട്ടിലെ കഥാപാത്രം, വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങളല്ലേ. അപ്പോ നമ്മളിവിടെ അവിടെ നിന്ന് അഭിനയിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ നെഞ്ച് കത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ അവിടുത്തെ പ്രശ്നം ഉണ്ടാവാം, അല്ലെ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇല്ലേ, എന്തെല്ലാം പ്രശ്നങ്ങൾ. ഒരു സിംഗിൾ മദറിന് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. മദറിന് മാത്രമല്ല ഫാദറിനാണെങ്കിലും ഒറ്റയ്ക്കേ ഉള്ളൂ എങ്കിൽ അല്ലേ. അപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട്. പിന്നെ പുരുഷന്മാരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം വീട് കൊണ്ടുപോകണ ബുദ്ധിമുട്ടേ ഉള്ളൂ, ഒന്നും പറയുന്നില്ല. പെണ്ണുങ്ങളെ ഒറ്റക്കാണെങ്കിൽ പറഞ്ഞത് മാക്സിമം പറയാവുന്നത് മൊത്തം അവരെ പറയും. പക്ഷെ അവരെങ്ങനെ ജീവിക്കുന്നു, പട്ടിണിയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ ഇവരാരും വരില്ല. അതുപോലെ പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്ന ഒരു മേഖലയും അങ്ങനത്തെയാണ്. കാരണം എല്ലാവരും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല കഥാപാത്രങ്ങളായിട്ടൊക്കെ. അപ്പൊ ഇവർക്ക് എന്താ കുറവല്ലേ, അങ്ങനത്തെ ഒരു രീതിയാണ് എല്ലാവർക്കും. അത് പറയാം എല്ലാവരും. നമ്മളിപ്പോൾ അതൊക്കെ മൈൻഡ് ചെയ്യാൻ പോയാൽ ജീവിക്കുക, അതൊന്നും ഇങ്ങനെ കളയാത്ര. അതെ. ഈ 26 വർഷത്തെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും ആസ്വദിച്ച് ചെയ്തൊരു കഥാപാത്രം ഏതായിരിക്കും? അറിയാലോ ഏതാ അറിയാലോ, ഞാൻ പറയാണ്ട്. ഉപ്പുമുളകാണോ? സിനിമയിലാണെങ്കിലോ? സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രകാശൻ വറക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. അതിൽ പിന്നെ അതുപോലെ തന്നെ മറ്റേ ലോനപ്പൻ്റെ മാമോദീസയിൽ ചെയ്ത കഥാപാത്രം ജയറാമേട്ടൻ്റെ പെണ്ണായിട്ട്, അത് നല്ല കഥാപാത്രമാണ്. പിന്നെ എസ് യുവർ ഓണറിലെ ചേച്ചിയുടെ മീമൊക്കെ ഉണ്ടറിയാമോ? മറ്റേ ഈയിടെ ഞാൻ ചേച്ചിനെ ഇന്റർവ്യൂ ചെയ്യാൻ വരിക എന്ന് പറഞ്ഞപ്പോൾ എന്നോട് കുറച്ച് പേര് പറഞ്ഞു മറ്റേ ഷറഫുവിന്റെ അമ്മയായിട്ട് അഭിനയിച്ചത്. അതാണ് ഇപ്പൊ പറയാൻ പോയത്. അതാണ് എനിക്ക് ഒരു ഡയലോഗ് പോലും മറക്കാത്തൊരു കഥാപാത്രം, ആനന്ദം പരമാനന്ദം എന്ന് പറയുന്ന ഷറഫിന്റെ അമ്മയായിട്ട് അഭിനയിച്ച ആ ഡയലോഗ് ഒന്ന് പറയുമോ ചേച്ചി? ഏതാണ്? ഷറഫ് എന്നാ പിന്നെ എന്നെ
കളയാറുന്നില്ലേ? എടാ ഞാൻ കുറെ ശ്രമിച്ചതാണ്, ആരും എടുത്തില്ല. അത് സത്യം പറഞ്ഞാൽ അത് അതിനകത്ത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ആ അവര് ഞങ്ങൾ അതിന് തൊട്ട് മുന്നേ ഡയലോഗിൽ അത് തീർന്നായിരുന്നു. അപ്പോഴാണ് ഷറഫ് ഇങ്ങനെ ചോദിക്കണേ, ഈ പഞ്ചായത്തിൽ നിന്നല്ല ഒരു പഞ്ചായത്തിലുള്ള പെണ്ണിനെ നിനക്ക് കിട്ടില്ല എന്ന് പറഞ്ഞെടുത്ത് തീർന്നു. അപ്പൊ അവനിങ്ങനെ നോക്കുന്നുണ്ട്, ആ നോക്കലിൽ തീർന്നു. നോക്കിയിട്ട് അവൻ തന്നെ ചോദിച്ചതാണ്, ഷറഫ് തന്നെ ചോദിച്ചതാണ്, സത്യത്തിൽ നിങ്ങൾ എൻ്റെ അമ്മ തന്നെയാണ്, വേണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊടുത്തുകൂടായിരുന്നു. ഞാൻ കുറെ ശ്രമിച്ചതാണ്, പക്ഷെ ആരും എടുത്തില്ല. അത് രണ്ടുപേർക്കും അന്നേരം അറിയാതെ വന്നതാണത്. പക്ഷെ അത് നല്ലതാണ്, അത് ഭയങ്കര ഹിറ്റായ ഒരു പോർഷനാണ്. ഞാനും പ്രതീക്ഷിക്കില്ല ഞാൻ അങ്ങനെ തിരിച്ചു പറയൂ, കുറെ ശ്രമിച്ചതാണ് നടന്നില്ല. അത് രസമായിരുന്നു. അതിനകത്ത് എല്ലാം എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമാണത്. അതല്ലേ ആ സിനിമയില് മരുമോള് വീട്ടിൽ വന്നു കഴിയുമ്പോ മരുമോള് വരികയും ഗിരീഷേട്ടൻ, ഗിരീഷ് എന്നറ്റ പേര് ഓർക്കണില്ല, ഭർത്താവിനെ പറയാണ്, ഗിരീഷേട്ടൻ പറഞ്ഞു ഗിരീഷേന് ചായ കൊടുക്കണ്ടേ അമ്മേ, അതിനാണ് വന്നതെന്ന് പറയും. അപ്പൊ ഗിരീഷേട്ടനോ അതാരാണ്? അല്ല, വീട്ടിൽ നിന്ന് വരുമ്പോ അമ്മ പറഞ്ഞിരുന്നു ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്നു. അത് ശരി. അപ്പൊ പിന്നെ ഭഗവാൻ കൃഷ്ണനെ അമ്പലത്തിൽ ചെന്ന് കാണുമ്പോ അത് ദൈവമാണല്ലോ എന്നും വെച്ചിട്ട് കൃഷ്ണനെ കാണുമ്പോ എന്റെ കൃഷ്ണേട്ടാന്ന് ആരും പറയില്ലല്ലോ. അതായത് മൊത്തത്തിൽ ആ അമ്മ ഭയങ്കര രസമുള്ള ഒരു അമ്മയാണ്. ഭയങ്കര രസമായിട്ടുള്ള ഒരു അമ്മായിയമ്മ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.